ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത ഒരുക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തവണ ആരും കഷ്ടപ്പെടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പു നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. വോട്ടിംഗ് അനുഭവം മികച്ചതാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ സൗകര്യങ്ങൾ തന്നെ ഒരുക്കും. കുടിവെള്ളം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശൗചാലയങ്ങൾ, വീൽചെയർ, റാമ്പ് എന്നിവ ഇതിൽ ഉൾപ്പെടും. രാജ്യത്തെ 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ, ഹെൽപ്പ് ഡെസ്ക്, ഷെഡ്, മതിയായ വെളിച്ചം എന്നിവ മിനിമം അടിസ്ഥാന സൗകര്യങ്ങളാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. വികലാംഗർക്ക് ബൂത്തുകൾ പ്രാപ്യമാക്കുന്നതിനു പുറമെ ഗർഭിണികൾക്ക് സഹായം നൽകാനും സംവിധാനം ഒരുക്കും. വോട്ടിംഗ് കൂടുതൽ പ്രാപ്യമാക്കുന്നതിനാണ് ഈ നടപടികളെല്ലാം സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85-ന് മുകളിൽ പ്രായമുള്ളവർക്കും 40% വൈകല്യമുള്ളവർക്കും വോട്ട് ഫ്രം ഹോം സൗകര്യം പ്രയോജനപ്പെടുത്താം. ഇവർക്ക് വീട്ടിൽ വെച്ച് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. രാജ്യത്ത് 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. ഏപ്രിൽ 19-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 26-നാണ്. രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. ഒറ്റഘട്ടമായിട്ടാണ് 20 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടത്തുക. 49.7 കോടി പുരുഷ വോട്ടർമാർക്കും 47.1 കോടി സ്ത്രീ വോട്ടർമാർക്കും ഇത്തവണ വോട്ടവകാശമുണ്ട്. ശനിയാഴ്ച വൈകുന്നേരമാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കായുള്ള തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം മെയ് 7-നാണ് മൂന്നാം ഘട്ടം, മെയ് 13-ന് നാലാം ഘട്ടം, മെയ് 20-ന് അഞ്ചാം ഘട്ടം, മെയ് 25-നാണ് ആറാം ഘട്ടം, ജൂൺ 1-ന് 7-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. ഏതായാലും വോട്ടെണ്ണൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും കർശന നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരുന്നു. പാർട്ടികളും സ്ഥാനാർത്ഥികളും നിർബന്ധമായും മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രചരണവേളയിൽ ചുവപ്പ് വര കടക്കരുതെന്ന് രാജീവ് കുമാർ പാർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് രാഷ്ട്രീയ വ്യവഹാരത്തിന്റെ തോത് കുറയുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എല്ലാ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് നിർദ്ദേശം നൽകിയത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യ പ്രചരണം പാടില്ല. പരസ്യം വാർത്തയായി നൽകരുത്. സോഷ്യൽ മീഡിയയിലൂടെ എതിരാളികളെ അവഹേളിക്കരുത്. കുട്ടികളെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കരുത്. റീപോളിംഗ് സാധ്യതകൾ പരമാവധി ഒഴിവാക്കണമെന്നും രാജീവ് കുമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്.